Hello everybody, good day. ഞാൻ ഡോക്ടർ ഹരിശങ്കർ, കൺസൾട്ടൻറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ ആൻഡ് മാക്സിഫേഷ്യൽ സർജൻ, ലാ ഡെൻസിറ്റി കൊച്ചി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും കൺസേൺ അവരവരുടെ സർജറി പെർഫെക്റ്റ്ലി ആവണം, അവരുടെ സർജറിക്ക് നല്ല റിസൾട്ട് വേണം. അതിന് എന്ത് ടെക്നിക്കാണ് ചൂസ് ചെയ്യുന്നത്, ആ ടെക്നിക് ചൂസ് ചെയ്യുന്ന ടെക്നിക് ബെനിഫിഷ്യൽ ആണോ, അവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുമോ, ഗ്രാഫ്റ്റ് ഫെയിലിയർ ആവുമോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺസ് നമ്മളുടെ ഇപ്പോൾ പ്രാക്ടീസിൽ ഡെയിലി നമുക്കത് എൻകൗണ്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു പേഷ്യൻസിൻ്റെ ഒരു കൺസേൺ തന്നെയാണ്. കാരണം ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചൂസ് ചെയ്യുക, ഒരു പ്രോപ്പർ ടെക്നിക്ക് ചൂസ് ചെയ്യുക, ഒരു പ്രോപ്പർ ടീമിനെ ഡിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് മാക്സിമം നമുക്ക് ഗ്രാഫ്റ്റിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ, അതാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത്. ഗ്രാഫ്റ്റ് അക്സെപ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ്റ്റ് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ആ എടുത്തു വെക്കുന്ന ഗ്രാഫ്റ്റ് നമ്മളുടെ ബോഡി എത്ര ശതമാനം അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മളുടെ സർജറിയെ സക്സസ്ഫുൾ ആക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ഒരു ഫാക്ടർ സക്സസ്ഫുൾ സർജറിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ടെക്നിക്ക് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നാണ്. എന്ത് ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ മുടി പുറകിൽ നിന്ന് എടുക്കുന്നത് FUE എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. FUE എന്ന് പറഞ്ഞാൽ ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു മുടിയെ അതിൻ്റെ വേരോട് കൂടിയിട്ടെടുത്ത് വേറൊരു ഏരിയയിൽ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് FUE എന്ന് പറയുന്ന ടെക്നിക്ക്. ആ FUE ടെക്നിക്കിൽ നമ്മളിവിടെ ലാ ഡെൻസിറ്റിയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഒരു അഡ്വാൻസ് ബയോ FUE ടെക്നിക്കും ഒരു റിയൽ ടൈം FUE ടെക്നിക്കും. നമ്മളുടെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം, വെക്കുന്ന ഗ്രാഫ്റ്റിനെ ബോഡി മാക്സിമം രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം. അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിലാണ് നമ്മളുടെ സർജറീസ് സക്സസ്ഫുൾ ആകുന്നത്. ഗ്രാഫ്റ്റ് പ്രിസർവൻസ് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ഗ്രാഫ്റ്റ് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനെ പല ഫാക്ടേഴ്സുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ആ ഗ്രാഫ്റ്റ് ഇരിക്കുന്ന ഏരിയ, ആ ഗ്രാഫ്റ്റിൻ്റെ ബ്ലഡ് സപ്ലൈ, ആ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി, നമ്മളുടെ ടെക്നിക്ക് ഓഫ് സർജറി, ക്വാളിറ്റി ഓഫ് സർജറി, ഇതിനെയൊക്കെയാണ് നമ്മളുടെ സർജറിയുടെ സക്സസ്ഫുൾ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടെക്നിക്കിനകത്ത് എങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അഡ്വാൻസ് ബയോ FUE എന്ന് പറയുന്ന ഒരു ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പുറകിൽ നിന്ന്, നമ്മുടെ ഹെയറിൻ്റെ പുറകു ഭാഗത്ത്, അതായത് ഓക്സിപിറ്റൽ റീജിയനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മുടിയെ നമ്മൾ പഞ്ച് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യും. മുടി എടുക്കും, വേരോട് കൂടിയിട്ട് നമ്മൾ ആ മുടിയെ എടുക്കും. എടുത്തതിന് ശേഷം അതിൽ നമ്മളൊരു സൊല്യൂഷനിലിട്ട് വയ്ക്കും പ്രിസർവ് ചെയ്യാനായിട്ട്. പ്രിസർവ് എന്തുകൊണ്ട് ചെയ്യുന്നു? ഇപ്പോൾ നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഒരു ടെമ്പറേച്ചർ പോലെയല്ല നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തൊരു അവയവവും നമ്മൾ പുറത്തേക്ക് എടുത്താൽ അതിനെ പ്രിസർവ് ചെയ്യേണ്ട ഒരു മോഡുണ്ട്, അതിനെ പ്രിസർവ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ഗ്രാഫ്റ്റിനെ ആ മാക്സിമം അക്സെപ്റ്റൻസ് റേഷ്യോയിലേക്ക് നമുക്ക് കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്വാൻസ് ബയോ FUEൽ നമ്മൾ പുറകിൽ നിന്ന് മുടിയെടുക്കുന്നു, അത് ഒരു സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കുന്നു. ഇട്ടതിന് ശേഷം നമ്മളിവിടെ ബേസിക്കലി യൂസ് ചെയ്യുന്നത് സ്ലിറ്റ് മെത്തേഡാണ്. സ്ലിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഗ്രാഫ്റ്റിനെ നമ്മൾ ആ സ്ലിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അഡ്വാൻസ് ബയോ FUEൽ നമ്മൾ സൊല്യൂഷനിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയൽ ടൈം FUEൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുടി പഞ്ച് ചെയ്യും. ഒരു മുടി പഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ആ മുടിയെയും അതിൻ്റെ റൂട്ടിനെയും അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ റെഡിയാക്കി നമ്മൾ വയ്ക്കുന്നതാണ് പഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. വൺസ് പഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഏരിയയിലേക്കാണോ നമുക്ക് ആവശ്യം ആ ഏരിയയിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ലിറ്റ്സ് പ്രിപ്പയർ ചെയ്യും. സ്ലിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് സ്ലിറ്റ്സ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റ് എടുത്ത് നമ്മൾ അത് ഏത് ഏരിയയിലേക്കാണോ ആവശ്യം നമ്മൾ ആ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇംപ്ലാന്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് റിയൽ ടൈമിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? നമ്മളുടെ ഗ്രാഫ്റ്റിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ മാക്സിമം ആയിരിക്കും. നമ്മളുടെ ഗ്രാഫ്റ്റ് നമ്മളുടെ ബോഡിയിലെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു ഏരിയയിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫേവറബിൾ എൻവയോൺമെൻറ്റ്, ഒരു ഫേവറബിൾ ബ്ലഡ് സപ്ലൈ, മാക്സിമം ഗ്രാഫ്റ്റ് അക്സെപ്റ്റൻസ് റേഷ്യോ, ഇതൊക്കെയാണ് നമുക്ക് റിയൽ ടൈമിൽ കൂടെ നമുക്ക് ബെനിഫിഷ്യലായിട്ട് കിട്ടുന്നത്. സെയിം ടൈമിലെടുത്ത് സെയിം ടൈമിൽ വെക്കുമ്പം ആ ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ്ഡ് ആവുന്നില്ല. ഗ്രാഫ്റ്റിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തെ എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനായിട്ടേ പോകുന്നില്ല. ഡയറക്റ്റ്ലി എടുത്ത് നമ്മൾ ഡയറക്റ്റ്ലി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്റ്റിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ മാക്സിമം ആവുകയും പോസ്റ്റ് സർജറി സക്സസ്ഫുൾ റേറ്റും
വളരെയധികം കൂടുതലുമായിട്ടായിരിക്കും റിയൽ ടൈമിലും കാണുന്നത്. അപ്പോൾ ഈ 2 ടെക്നിക്കാണ് നമ്മൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, കൂടുതൽ അക്സെപ്റ്റൻസ് റേഷ്യോ ഉള്ള എന്ത് ടെക്നിക്കാണ്, ഗ്രാഫ്റ്റിനെ എത്രത്തോളം നമുക്ക് പ്രിസർവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ലൈഫ് റഫ്ലി 15 to 20% ആയിട്ട് കുറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരു ഓർഗൻ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏർലിയസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് പേഷ്യൻ്റെ ബോഡിയിലേക്ക് നമ്മൾ ഈ സർജറി ചെയ്ത് ക്യാരി ഔട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതല്ല. ഇതാണ് അതിൻ്റെ റീസൺ. ഫാസ്റ്റ് അക്സെപ്റ്റൻസ് റേഷ്യോ, ലെസ് കണ്ടാമിനേഷൻ വിത്ത് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, സക്സസ്ഫുൾ സർജറി. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയെ ഒരു ഹൈ സക്സസ് റേറ്റ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആയിട്ട് മാറുന്നത്. ഈ 2 ടെക്നിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റിയും ട്രീറ്റ്മെൻറ്റ് പ്ലാനും നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് 2 ടെക്നിക്ക് നമ്മളിവിടെ നമ്മുടെ ലാ ഡെൻസിറ്റി കൊച്ചിയിലും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാഫിനോട് സംസാരിക്കുക. നമ്മളുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് ജെനുവിൻ കൺസേൺസ് എന്നുള്ളത് നമുക്കത് അഡ്രസ്സ് ചെയ്ത് അതിനുള്ളൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫ്രെയിം ചെയ്ത് തരാൻ പറ്റും. താങ്ക് യു.